ഇവന്മാർ ഇവരിക്കാൻ വന്നില്ലേ? രവിയായി രാമാ ഉമ്മരിക്ക് എവിടെ ചെന്ന് കളഞ്ഞു. ഇങ്ങോട്ട് വാടാ അങ്ങോട്ട്. എന്താ കുറച്ച് കഴിഞ്ഞാൽ മീൻ കിട്ടൂല. അണ്ട് പോണ്ടേ നോക്കി തന്തല്ലേ? ഞാൻ വരാം, പക്ഷെ എനിക്ക് മുരളിമാമന്റെ കടയിൽ നിന്ന് ചായയും നല്ല ചൂട് പോണ്ടേ വാങ്ങിച്ചു. അതൊന്നും എന്നെ കൊണ്ട് പറ്റിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല. നീ പറഞ്ഞില്ലേ പോണ്ട വാങ്ങിച്ചു? ആ പോണ്ട വാങ്ങിച്ചാലേ മക്കൾക്ക് പോണ്ടാക്കി വാങ്ങിച്ചാലേ. അങ്ങനെ അത് പറ. വാങ്ങി അവനെപ്പടി യവനെ രവി അണ്ണാ. ഓ വാടി വാണ, പെട്ടെന്ന് വല്ല മീൻ നീന്തി പോകുന്നു അവിടെ. നീ കിട്ടൂല മക്കളെ. കിട്ടൂലേ? പിന്നെ നീന്തി പോവോ? നീന്തി പോ. ഞാൻ മണിക്കൂട്ടിനെ വിളിക്കാന്ന് പറഞ്ഞ് പോയതാണ്. അതെവിടെ? നല്ല ഉറക്കം. പിന്നെ ഞാൻ വിളിച്ചില്ല, ഓണത്തണ്ടെന്ന് വിചാരിച്ചു. അണ്ണാ നമ്മള് മീൻ വാങ്ങിക്കാൻ പോണോ ജാഥയ്ക്ക് പോണോ? വീട്ടിലുള്ള എല്ലാ ആണുങ്ങളും കൂടെ പോകും. പിന്നെ നീ ഇവിടെ ഇരുന്നു, ഞങ്ങൾ ഞാൻ ഇത് ചുമ്മാ ആവശ്യമില്ല തർക്കിക്കാണ്. മണി മണിയായി നീ ചേട്ടൻ നീ പറഞ്ഞ നമ്മളവിടെ എന്തൊക്കെ സാധനം വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ലിസ്റ്റ് എവിടെ? ലിസ്റ്റ് എഴുതിയൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞാ ചിലപ്പോ അവിടെ ചിലപ്പോ മറന്നുവല്ലോ. കുറച്ച് സാധനമേ ഉള്ളൂ, പറയട്ടാ. പറ. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, പെരിഞ്ചീരകം, മഞ്ഞപ്പൊടി, ഉഴുന്നു. നീ എഴുതാ മണി. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ കണ്ടു. നീ കേട്ടോ? എന്നാ നീ പറ. മൈൻഡിലുണ്ട്. നിനക്ക് പറയാൻ അറിയാവോ ഇതേപോലെ? എന്ത് ഡേയ് അവിടെ ചെല്ലുമ്പോ മറന്നു എഴുതി വാങ്ങിക്കണം. ഞാൻ കേട്ടു, എനിക്കറിയാം. ഞാൻ പറയട്ടാ. അതായത് ഉള്ളി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, മഞ്ഞപ്പൊടി, മല്ലിയില, കറിവേപ്പില, പിന്നെ ഉഴുന്നു, ഇതല്ലേ? ഇഞ്ചി. ഇഞ്ചി ഉണ്ടാ എടുക്കാ മാമാ. മൊത്തമായിട്ട് പാഴായില്ല ചെറുക്കൻ. താങ്ക് യു താങ്ക് യു. നല്ല നല്ല കുണത്തിലല്ലേ ഇവനെ വളർത്തിയത്. മക്കളെ പോവാ. വേണ്ടല്ലോ. ബോണ്ട വാങ്ങിച്ചു വാങ്ങിച്ചാ മക്കളെ. അയ്യോ അമ്മ, മതി അമ്മ. അത് മൊത്തം വേണം? ഓ അമ്മ, ഇച്ചിരിയും കൂടെ ബാക്കിയുള്ളു. അയ്യോ, ഒരു തേങ്ങ ചിരണ്ടി കഴിഞ്ഞാൽ അതിന്റെ മുക്കാലും തിന്നു തീർക്കാൻ നിനക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ. ഫുള്ള് ചിരണ്ടാൻ പടിയില്ലേ? എന്തോന്നമ്മ? എന്തോന്നമ്മ മടിച്ചു കോത. അമ്മ, ഈ തിന്നാന്ന് പറയുന്നുണ്ടല്ലോ അമ്മ, അതെന്റെ ഒരു ഹാബിറ്റാണ്. അതിനെ ചോദ്യം ചെയ്യരുത്. അല്ല, പണിയെടുക്കാനുള്ള മടിയെ ചോദ്യം ചെയ്യാൻ പാടുണ്ടോ? മടിയൊക്കെ ഈ പ്രായത്തിൽ എല്ലാവർക്കും വരൂലേ അല്ലേ? ഞങ്ങളുടെ പ്രായത്തിലൊന്നും ഞങ്ങൾക്കൊന്നും ഇല്ലേ. ആരാടി ഈ തേങ്ങ തിരുമ്മിയത്? ഞാനാ. ആണോ? എത്ര തേങ്ങ ഉണ്ടായിരുന്നു? 2 തേങ്ങ. 2 തേങ്ങയുടെ പീരയാണ് ഈ കിടക്കുന്നത്. അര തേങ്ങയുടെ പോലും ഇല്ലോടി. ബാക്കി എവിടെ പോയി? കുറച്ച് ഞാൻ തിന്ന്. രാവിലെ എണീച്ച് വെറും വയറ്റില് തേങ്ങ തിന്നു. എന്നിട്ട് അവർക്ക് ബാക്കി ചിരണ്ടി തരാൻ വയ്യ, മടി. അത് നിനക്ക് ഇപ്പോഴാണോടി മനസ്സിലായത്? ഈ മടി കണ്ടുപിടിച്ചത് എവളല്ലേ? സത്യം കേട്ടോ. പിന്നെ അതെ, ഞാൻ മടി എങ്ങനെ കണ്ടുപിടിച്ചു? നിങ്ങളൊക്കെ എന്താ കണ്ടുപിടിച്ച്? എന്തോ സാധനം. എടി അതെ, നിനക്ക് 2 പിള്ളേരുണ്ടായി, എവള് മാത്രം എന്താടി ഇങ്ങനെ ആയിപ്പോയത്? അതെന്താന്നറിയോ? ഈ നാട്ടുകാരൊക്കെ പറയുന്നുണ്ടേ ഞാൻ മാമനെ പോലെയാ. എന്റെ സ്വഭാവമാണോ? പിന്നെ പറഞ്ഞത് പോയിന്റ് ആണ് കേട്ടോ. എന്തൊരു മടിയായിരുന്നറിയോ പണ്ട്? ശരിക്കും സത്യം. ഞാൻ തമാശക്ക് എന്നല്ലേ. അയ്യോ, മടിയെന്ന് വെച്ചാ ഇമാതിരി മടിയുള്ള മനുഷ്യനെ മറക്കണ്ട. ഞാൻ പറയും അത് പഠിക്കാൻ മടിയുണ്ടായിരുന്നു. ബാക്കി എല്ലാ കാര്യം ചെയ്യാൻ ഭയങ്കര ശുഷ്കാന്തി ആയിരുന്നല്ലോ. ഇടി ഒരു വക ചെയ്യത്തില്ല, എല്ലാം ഞാൻ ചെയ്തു കൊടുക്കണം. ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാൻ മടിയുള്ള മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടോ? കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കാതെ ഓണങ്ങി വരണ്ട് കൈയൊക്കെ ഒരു കണ്ടീഷനായിട്ട്. ഇടി ഞാൻ വേറൊരു കാര്യമുണ്ട്. ഇന്നത്തെ കാലത്തെ പോലെ നമ്മൾ പൈപ്പ് വെള്ളമോ മോട്ടറോ ഒന്നും അന്നില്ല. നമ്മൾ കൈ കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ തൊട്ടി കിണറ്റിലിറക്കി അത് കോരി മേളി കൊണ്ടുവന്ന് കൈ കഴുകണം. അത്രയൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോ ഞാൻ അങ്ങ് ഉണ്ടാ തുടങ്ങി. ഇത് മാത്രമല്ല, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ചൂടടിച്ച് വേർത്ത് നമ്മൾ പോയി ഫാൻ ഇടത്തില്ലേ? ഇത് അവിടെ ഇരുന്ന് വേർത്ത് കുളിച്ചാൽ അനങ്ങൂല. ആരെങ്കിലും വന്ന് ഫാൻ ഇട്ട് കൊടുക്കണം. വേറെ ആരും ഇട്ട് കൊടുക്കാൻ? ഞാൻ തന്നെ. അല്ല, അത് കറണ്ട് ചാർജ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഭയങ്കര കറണ്ട് ചാർജ്. പിന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ചെടിക്കും വെള്ളം ഒഴിക്കണം. ആര് വെള്ളം ഒഴിക്കും? ഞാൻ. എല്ലാ ചെടിക്കും ഞാൻ കഷ്ടപ്പെട്ടു പോയി ചെടിക്ക് വെള്ളം ഒഴിക്കും. എന്നിട്ട് ക്രെഡിറ്റ് മൊത്തം ചേട്ടൻ. അതെ, അതിന് കൂലിയായിട്ട് 2 രൂപ ഞാൻ അവക്ക് കൊടുക്കും ഡെയിലി. മക്കളെ, വേറെ 2 രൂപ. എടി, അന്നത്തെ കാലത്ത് 2 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് 500 രൂപയുടെ വിലയാ. ചോദിച്ചു നോക്ക് നീ. 500 രൂപ
അടിക്കും അമ്മ. എടി മറ്റേ ഇപ്പൊ പൈപ്പ് തുറന്നിട്ട് വെള്ളം ഷൂന്ന് ഒഴിക്കും പോലെയല്ല. കിണറ്റില് തൊട്ടി ഇറക്കി വെള്ളം കോരി ഓരോ ചെടിയുടെ അടുത്തും തൊട്ടിയിൽ വെള്ളം കൊണ്ടുപോയി വീണ്ടും നടന്നു പോയി ഒരു ദിവസത്തെ പണിയാണ്. ഇടി അത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആങ്ങളക്ക് പെങ്ങള് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളല്ലേ, പെങ്ങളുടെ കടമയാത്. ചോദിച്ചു നോക്ക്, നീ എന്തും ഉണ്ടായിരിക്കും. കടമയാണ്. കടമയുടെ പേരിൽ എല്ലാ പണിയും ചെയ്യും. ഇങ്ങനെ അവിടെ ഇരുന്ന് കാറ്റ് കൊണ്ടോണ്ടിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് പോയി കളിക്കും. പിന്നുണ്ടല്ലോടി, ഇടക്കിടക്ക് ഞാൻ പുറം ചൊറിയിക്കും. എനിക്കന്നും പുറത്തു മൊത്തം കുരുക്കളായിരുന്നു. പുറം ചൊറിക്കുന്ന ഒരു കുരുവിന് 10 പൈസ ചോളി വാങ്ങിക്കുമായിരുന്നു. ഒരു കുരുവിനല്ലടി ഒരു പ്രാവശ്യം ചൊറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ നിന്ന് ചൊറിഞ്ഞാലും അവിടെ മാറി ഇങ്ങോട്ട് മാറിയൊന്നും ചെയ്യണം. നല്ല അധ്വാനായിരുന്നേ. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ ഉടായിപ്പ് അമ്മേരെന്നും എന്റെ മടി എനിക്ക് മാമന്റെ. ഞാൻ എങ്ങനെ ആയെന്ന് ഞാൻ കുറെ നാളായിട്ട് ചിന്തിക്കുന്നല്ലേ. കൂടുതൽ ബുദ്ധി ഉപയോഗിക്കണ്ട. അല്ല പെങ്ങളെ, അളിയൻ എന്ത് ചെയ്യേ? പുറത്തു പോയോ? രാമനോ? രാമങ്ങളിലേയും കൊണ്ടാണ് പോയത്. ഉണ്ണിയപ്പം കൂടെ പോയിട്ട്. എന്താ എന്റെ അടുത്ത് പറയാതെ പോയത്? അത് മാമൻ കിടന്ന് ഉറങ്ങിയിരുന്നു. ഉറങ്ങുകയാണെങ്കിലും തന്നെ തട്ടി വിളിച്ചാൽ പറയാം. ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചാണ്. അതത്ര ശരിയായ കാര്യമല്ലടി. കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നു, അളിയൻ എന്നെ ഒഴിവാക്കുന്നുണ്ട്. അയ്യേ, അങ്ങനെയൊന്നുമില്ല. ചേട്ടന് തോന്നിയതായിരിക്കും. അല്ലടി, എനിക്ക് തോന്നിയൊന്നും അല്ല. ഞാൻ പല പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോ ഉള്ള കാര്യമാണ്. ഒന്ന് പോ മാമ, വെറുതെ. അതെ എടി, അങ്ങേരുടെ പെങ്ങളുടെ ഭർത്താവാണല്ലോ രാമൻ. ഞാനാണെങ്കിൽ ഭാര്യയുടെ ആങ്ങള മാത്രമേ ആകുന്നുള്ളൂ. രണ്ടുപേരും അളിയന്മാരാണെങ്കിലും മറ്റേ അളിയൻ്റെ ഒരു മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. 2 തട്ടായിട്ടാണ് കാണുന്നത്. എനിക്ക് ഉറപ്പാണ്. ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ നിന്റെ അടുത്ത്. ചേട്ടൻ അങ്ങനെ ഫീൽ ചെയ്തല്ലേ? എനിക്കത് ഫീൽ ചെയ്തു. അല്ലെങ്കിൽ ഇന്നത്തെ ഈ സംഭവം അങ്ങനെ ഉണ്ടാവും. എൻ്റെ അടുത്ത് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. എൻ്റെ അടുത്ത് പറയാ അളിയന് വെളിയിലെങ്ങാനും കറങ്ങാൻ പോകത്തില്ലായിരുന്നു. മാമ, അതൊരു അബദ്ധം പറ്റിയായിരിക്കും. അതൊന്നും അല്ലേ, ഒത്തൊന്നും പറ്റിയില്ല. അയ്യോ അമ്മ, മാമന് ഫീലായ? മാമന് ഫീൽ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ചേട്ടൻ പറഞ്ഞാൽ കാര്യമുണ്ട്. എന്തൊരു കാര്യം? സ്വന്തം വീട്ടുകാരോട് ഒരു പെരുമാറ്റം, ഭാര്യയുടെ വീട്ടുകാരോട് വേറൊരു പെരുമാറ്റം പറഞ്ഞത് കേട്ടപ്പോ എനിക്കും അങ്ങനെ തോന്നി. അങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാവുന്ന. അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി വിവരം എന്റെ അച്ഛനില്ല. നീ മിണ്ടണ്ട, പോയേ. പോ കൊച്ചു വായിൽ വലിയ വർത്തമാനം കൊണ്ട് നിക്കലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെല്. അതെന്താന്ന് വെച്ചാലേ, മുമ്പൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണാൻ പോകുമായിരുന്നല്ലോ. ഇപ്പൊ പോണില്ല, അതാണ് പ്രശ്നം. നമുക്ക് അടുത്ത ആഴ്ച ഒന്നും അങ്ങോട്ട് പോവാം. അത് അപ്പച്ചി ഒരു ഗീതോപദേശം തരും ഫോണിൽ കൂടി, എപ്പം മാറും. പിഞ്ചി ഇവിടെ ശരിയൊന്നുമില്ല. ഇവിടെ കെട്ടിച്ച് വരണമെങ്കിലേ ഒരു ബേക്കറിക്കാരനെ കെട്ടിച്ചു കൊടുക്കും. അന്ത് അച്ഛൻ ഏത് ബേക്കറിക്കാരന്റെ ജീവിതം നശിപ്പിക്കേണ്ടത്? ബേക്കറി മൊത്തം നീ തിന്ന് തീർക്കൂലേ, പിന്നെ അവരെങ്ങനെ ജീവിക്കും? നിങ്ങൾ ഇവിടെ ചിരിച്ചു കളിച്ചിരുന്നോ? അകത്തൊരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാറായി. ഓഹോ, നീ കാര്യം എന്തെന്ന് പറയാടി. എന്ത് മോളെ? എന്നാ ഓടിക്കോ, നീ പറ. എനിക്ക് അച്ഛൻ്റെ അടുത്താണ് പറയാനുള്ള. എന്നാ പറ. അവര് കേട്ടാ കുഴപ്പമൊന്നുമില്ല, മോള് പറ. അത് ഇത് മനഃപൂർവ്വം നമ്മള് കേൾക്കാതിരിക്കും. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. എന്ത് നിനക്ക് കൊല്ലം വേണോ? ഈ സാധനത്തിനെ കെട്ടിച്ചൂടാനാണ് അണ്ണൻ പറഞ്ഞത്. ഇപ്പോഴും എന്തോന്ന് മോളെ, ഇങ്ങനെയാണ് കുറച്ച് മെച്ചൂരിറ്റി കാണിക്കണ്ടേ? കാണിക്കാം. തമാശ കാണിക്കുന്നു. വാ. അച്ഛൻ്റെ അടുത്തൊരു കാര്യം പറ, സമ്മതിക്കില്ല. നടന്ന് തളർന്നു. മണി നിടിയേ, മണിക്കുട്ടി, ചേട്ടത്തി അടിച്ച അടിയേ. വെള്ളം കുടിച്ചോട്ടെന്ന്. മണിയേ, മണിക്കൂട്ടണ്ണ, അണ്ണാ പോയി. മണിക്കൂട്ടണ്ണ, അല്ലയോ എവിടെ പോണ? ബാഗായിട്ട് ഞാൻ പോണം. എങ്കേ പോണ.
ഒരാഴ്ച കഴിഞ്ഞ് പോകണമെന്ന് പറഞ്ഞല്ലേ വന്നേ, പിന്നെ ധൃതി പിടിച്ചത് കൊണ്ട്. എന്റെ അളിയാ, ആ എനിക്ക് ആൾക്കാരെ രണ്ട് തട്ടി കാണാനുള്ള കഴിവൊന്നുമില്ല. നീ എന്താ ഇത് അങ്ങനെ പറയണത്? അങ്ങനെ പറയും മാമ, ഒക്കെ കാര്യമുണ്ട്. ചേട്ടൻ ആരും തടയണ്ട, പോണെങ്കിൽ പൊക്കോട്ടെ. അല്ലെങ്കിൽ തന്നെ 2 തട്ടില് ആൾക്കാരോട് പെരുമാറുന്ന വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തോന്ന് മണി ഇത് പറയണേ? 2 തട്ടാ? ആരങ്ങനെ കണ്ടത്? എന്തോ എനിക്ക് കാര്യം മനസ്സിലായി. എന്തോ പറ. എനിക്ക് മനസ്സിലായി, എന്ത് ആങ്ങളെയും പെങ്ങളും കൂടെ അടിയായി. ആ, അല്ലേ ഇപ്രാവശ്യം കട്ട കലിപ്പാണ് കേട്ടോ. ഡേ, നീ കൂടുതൽ സംസാരിക്കല്ലേ, മാറങ്ങോട്ട്. ഒരു കലിപ്പും ഇല്ല. അതെ, എപ്പോഴും ഇങ്ങനെ തന്നെ 5 മിനിറ്റ് ആകുമ്പോൾ രണ്ടും ചക്കര അടയും പോലെ ഇരിക്കും. ഞാനേ പോയി എന്താണെന്ന് ചോദിച്ചിട്ട് വരാം. ഒറ്റ മാറിക്കാണ് മാമ. എന്താടി അണ്ണാ, എന്തിനാ ഇവിടെ അണ്ണ ഇപ്പൊ പോയെന്നുണ്ട്. അണ്ണ ബാഗ് കൊണ്ട് തന്നാണ്, ഞാൻ കൊണ്ട് അത് വെച്ചിട്ട് വരാം. മാമ ഇങ്ങോട്ടാ, എനിക്ക് സംസാരിക്കണ്ട. വാ, കൊച്ചു പിള്ളേരെ പോലെ. ഭഗവാനെ, ഈ വീട്ടിൽ എന്നും വഴക്കാണല്ലേ, കഷ്ടം. ഞാൻ വർഷാപ്പിൽ പോയി എന്റെ പണിയെല്ലാം ഉണ്ടാക്കി ഞാൻ നോക്കാം. മണി, എന്തോന്ന് മണിക്കുട്ടി ഇത്? കൊച്ചു പിള്ളേരെ പോലെ. ഇങ്ങോട്ട് നോക്ക്. നീ ഇപ്പൊ എന്തിനാണ് ആ മണിക്കുട്ടിനായിട്ട് വഴക്കൂടിയത്? ഞാനും മണിക്കൂട്ടിനായിട്ട് ഒരു വഴക്കുമില്ല. ഞങ്ങളെ തമ്മിൽ ആരും പിരിക്കാൻ നോക്കേം വേണ്ട. അല്ലെങ്കിൽ ഞങ്ങള് മാത്രമേ ഉള്ളൂ. അല്ല പിന്നെ മണിക്കുട്ടി എന്തിനാ ഇപ്പൊ പിണങ്ങി ഇറങ്ങി പോണത്? അത് നിങ്ങളോട് പിണങ്ങിയിട്ട് എന്റെ അടുത്താ? അത് ഞാൻ ചെയ്ത്. ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ ബ്രദർ നിങ്ങളുടെ ആരാ? എന്തോന്ന് മണി ഇങ്ങനെയൊക്കെ പറഞ്ഞേ? എന്റെ അളിയെ. അളിയൻ. രാമൻ നിങ്ങളുടെ ആരാ? രാമ എന്റെ മാമ, എന്റെ അനിയെ. പിന്നെ ചിന്നുവെ കെട്ടിയോണ്ട് അവനും അളിയനായി. കണ്ട, അപ്പൊ തന്നെ വ്യത്യാസം മനസ്സിലായല്ലോ. എന്ത് വ്യത്യാസം? 3 സ്ഥാനമല്ലേ രാമന്. എന്റെ ചേട്ടൻ വേറെ ഒരു അളിയൻ. മറ്റേത് അനിയനാണ്, പെങ്ങളെ കെട്ടിയ ആളാണ്, മാമന്റെ മോനാണ്. അപ്പൊ അതനുസരിച്ച് കൂറ് കൂടുമല്ലോ. എന്തോന്നടി നീ പറഞ്ഞ? എനിക്കൊന്നും മനസ്സിലാവണില്ല. അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലൊരു രീതിയാണ് ഈ ഭാര്യ വീട്ടുകാരെ 2ാം തരക്കാരായിട്ട് കാണുന്നത്. പക്ഷെ നിങ്ങൾ ഇതുപോലെ ആയിരിക്കും ഞാൻ വിചാരിച്ചതേ ഇല്ല. ഞാനാ? എന്തായാലും ഇത്ര വൈകിട്ടാണെങ്കിലും സത്യം ഞാൻ മനസ്സിലാക്കിയല്ലോ. ഇനി അതനുസരിച്ച് ഞാൻ പെരുമാറിയാ മതിയല്ലോ. എന്തൊക്കെ നീ പറയണം മണി? മനസ്സിലായില്ലല്ലേ? നിങ്ങൾ മനസ്സിലാക്കണ്ട. എടി, ഞാൻ മണിക്കുട്ടൻ രാമൻ 2ാം തരം എന്താ? ഇനി മണിക്കുട്ടനോട് എന്നെ ചോദിക്കാം. മാമ ഇത്ര സില്ലിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. മോളെ, സ്നേഹിക്കുന്നവര് വേദനിപ്പിച്ചു കഴിഞ്ഞാല് പിന്നെ മാമന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. മണിക്കുട്ട, എന്താ മണിക്കുട്ട ഇവിടെ പ്രശ്നം? മണിക്കുട്ടി എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. പറ, എന്താ കാര്യം? നീ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത്. അളിയാ, മണിക്കുട്ട, മകളെ പിങ്കി മോള് പറ, എന്താ കാര്യം? അച്ഛൻ കടയിൽ പോയപ്പോ മാമനും കൂടെ കൊണ്ടുപോകുന്നത്. അപ്പം മണിക്കുട്ട ഉറക്കമല്ലായിരുന്നു? ഉറക്കമായിരുന്നു. അച്ഛൻ 2 അളിയന്മാര് തമ്മിൽ വേർതിരിച്ചാണ് കാണുന്നതെന്നാണ് പറയണേ. ആര്? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അച്ഛൻ ചിന്തിച്ചില്ല, പക്ഷെ അങ്ങനെയൊക്കെയാണ് പറയണേ. ഇപ്പൊ എന്ത് പറ്റി? അച്ഛാ, മാമൻ പറയണ എന്താണെന്നറിയോ? അച്ഛന്റെ സ്നേഹക്കുള്ള രാമങ്ങളുടെ അടുത്താണെന്ന്. അതെന്തിന്? രാമങ്ങൾ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ റിലേഷൻ അല്ലേ, സ്വന്തം അളിയൻ. അതുപോലെയാണ് മണിക്കുട്ട മാമൻ. രണ്ടും എന്റെ അളിയന്മാരല്ലേ? അളിയന്മാരാണ്, പക്ഷെ അച്ഛന്റെ ബന്ധുവല്ലേ രാമങ്ങള്. അപ്പൊ അച്ഛന് സ്നേഹം കൂടുതൽ രാമങ്ങളുടെ അടുത്താന്ന് പറയണേ. മനസ്സിലായോ? എന്തൊക്കെ കേക്കണം ദൈവമേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? അച്ഛൻ പോയി മാമന്റെ അടുത്ത് സോപ്പിട്ട് നോക്കും. കഷ്ടം. മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ പറഞ്ഞു ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതുകൊണ്ടൊന്നും എന്റെ സങ്കടം അവസാനിക്കുന്നില്ലടി. ചേട്ടൻ വിഷമിക്കണ്ട കേട്ടോ. മണിക്കുട്ട, നിങ്ങൾ ഇവിടെ നിൽക്കുകയായിരുന്നു. മണിക്കുട്ട എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മണിക്കുട്ട, എനിക്ക് അങ്ങനെ 2 തട്ടിലൊന്നും ഞാൻ ആരെയും കണ്ടിട്ടൊന്നുമില്ല. അറിയാലോ മണിക്കുട്ടന്, ഇതുവരെ ഞാൻ അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? ഛേ, എന്ത്? ഒന്നുമില്ലല്ലേ അണ്ണാ, എങ്ങനെയുണ്ട്? കൊള്ളാം. പുതിയ ഷർട്ടാണ് അണ്ണ വാങ്ങിച്ചു തന്നത്. ഇപ്പൊ മാർക്കറ്റിൽ പോയ ഒഴുകി. അത് മണി, ഞങ്ങൾ മാർക്കറ്റിലോട്ട് പോകുമ്പോഴേ ഈ ഷർട്ട് അവിടെ കിടക്കുന്ന കണ്ടപ്പോ ഇവര് വേണമെന്ന് ഭയങ്കര നിർബന്ധം. അങ്ങനെ വാങ്ങിച്ചു കൊടുത്താണ്. ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടത് പണം പറഞ്ഞെടുത്തോളാം.
അളിയൻ എന്താ എനിക്ക് ഷർട്ട് വാങ്ങാഞ്ഞത്? അത് പിന്നെ മണിക്കുട്ടൻ ഈ സ്റ്റൈലിലുള്ള ഷർട്ടിൽ ഇടാറുണ്ടോ? ആര് പറഞ്ഞു? ഇടാറുണ്ടല്ലോ. ആര് പറഞ്ഞു? അണ്ണൻ കല്യാണം കഴിച്ചാലും ഫുൾ ഫ്രീക്ക് അല്ലേ ഇപ്പം? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതല്ലേ അതറിയൂല. നമ്മുടെ കാര്യം ഒന്നും അന്വേഷിക്കാൻ സമയമില്ലല്ലോ രവിയേട്ടൻ. മണി അളിയാ, ഒരു കാര്യം എനിക്ക് പിടികിട്ടി. എന്തോന്നു? അളിയന്റെ സ്വന്തം അളിയനായിരിക്കും അത്, പെങ്ങളുടെ ഭർത്താവ്. കറക്റ്റ്. പക്ഷേ അളിയൻ ഈ അളിയനെ, ഭാര്യയുടെ ആങ്ങളെ, വെറും അലവലാതി അളിയനായിട്ടാ കാണുന്നത്. എന്റെ മണിക്കുട്ട ഇങ്ങനെ പറയല്ലേ മണിക്കുട്ട, ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. എനിക്ക് മനസ്സിലാകുന്നുണ്ട് അളിയ, കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. എന്താണ് ഓടി മണിക്കുട്ട? ചേട്ടത്തി എവിടെ പോണു? എനിക്ക് ചായ എടുത്ത് തന്നിട്ട് പോ. അത് നിന്റെ അളി ഇട്ടരും. എല്ലാം നിനക്കിപ്പൊ ഈ ഷർട്ട് ഇട്ടോണ്ട് ഇങ്ങോട്ട് പറഞ്ഞായിരുന്നാ? അതിനിപ്പോ ഇത് നിങ്ങൾ വാങ്ങിച്ചു തന്നില്ലേ? ഇപ്പൊ കൊണ്ടുവന്ന് കാണിക്കണ്ടേ? ഇപ്പൊ തന്നെ കാണിക്കണം. എന്ത് വന്നാലും ആ സാർ എന്റെ തലയിൽ തന്നെ. ഓ അപ്പൊ എന്റെ കുഴപ്പമില്ല, ഞാൻ ഷർട്ട് ഇട്ടാ കുഴപ്പം. ഓരോന്ന് പറയുന്നതിന് ഒരു പരിധിയില്ലേ. നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് ഒരു മടിയില്ല ഇവർക്ക്. എന്താടാ പ്രശ്നം? എന്തിന്? ഒന്നുമില്ല. ഒന്നുമില്ലേ? നീ കാര്യം പറയടാ. എന്തിരുന്ന് അമ്മ മണിക്കുട്ടനും മണിക്കുട്ടിയും കൂടെ പറയാണ്, ഞാൻ രാമനെയും മണിക്കുട്ടനെയും രണ്ടുപേരെയും രണ്ട് രീതിയിലാണ് കാണുന്നത്. ഞാൻ ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതാണ് കാരണം. ഓ എങ്കിൽ നമുക്ക് പോയി ചോദിച്ചാടാ. വേണ്ട മാമ, എന്ത്? ഞാൻ ഇന്ന് വരെ അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അവർക്ക് അങ്ങനെ തോന്നേണ്ട കാര്യം എന്തിനാണ്? ഇടാ, കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ നമ്മൾ ചോദിച്ച് ക്ലീൻ ആക്കണം. അത് പറ്റിരുന്നുണ്ടല്ലേ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഇത് പറ്റുകൊണ്ടിരിക്കേണ്ട, നമുക്ക് കൈ പറഞ്ഞാൽ ചോദിക്കാം. ഏച്ചു വാ, വാ, ഞാനും വരാം. ഏച്ചു പോയി എലി, വാ ചോദിക്കാം, വാ. അതെ മാമ, മാമ ഇനി ഇത് ചോദിച്ച് വഷളാക്കണോ? ചോദിക്കണം. മണിക്കുട്ട, രാമോ, ഓ മണിക്കുട്ടിയെ ഇങ്ങോട്ട് വരും. എന്താ മാമ? ഇങ്ങോട്ട് വാ. ദേവിയെ നിന്നോട് വേർതിരിവ് കാണിച്ചതുപോലെ തോന്നിയിട്ടുണ്ട്? തോന്നി. നിനക്ക്? എനിക്കും തോന്നി. അണ്ണനെ എപ്പോഴും മണിക്കൂട്ടണ്ണൻ്റെ അടുത്താണ് കൂടുതൽ സ്നേഹം. അങ്ങനെയാണെങ്കിലേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സ്നേഹക്കുറവ് എന്റെ അടുത്താണ്. അങ്ങനെയൊന്നുമില്ല. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്ന ഞാൻ മാത്രമാണ്. എപ്പോഴും ഒരു ഒറ്റപ്പെടുത്തലാണ്. കെട്ടിക്കാരി വന്നത് ഞാനാണല്ലോ. കറക്റ്റ്. എന്തോ മണിക്കുട്ടി മാമ കേള്, ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവരുടെ കാര്യത്തിനും ഞാനാണ് ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. പിന്നെ പന്ത് തട്ടുന്ന പോലെയാണ് ഇവരെല്ലാരും എന്നെ ഇട്ട് തന്നെ. എന്നോടാണ് ഇവിടെ ആർക്കും സ്നേഹമില്ലാത്തത്. അതത്ര ശരിയൊന്നുമല്ല. അല്ല അണ്ണൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടെന്ന്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതിനെ ഒരു പരിഹാരം കണ്ടെത്തി. ഇപ്പം മണിക്കുട്ടിന്റെ പ്രശ്നം എന്താണ്? ഇവനൊരു ഷർട്ട് വാങ്ങിച്ചു കൊടുത്തേണ. അങ്ങനെയാണെങ്കിൽ മണിക്കുട്ടി ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുത്താൽ ഈ പ്രശ്നം തീരുമോ? തീരത്തില്ല. തീരത്തില്ല, എനിക്കറിയാം. തീരും. തീരും. അങ്ങനെ ഷർട്ട് വാങ്ങിച്ചു കൊടുക്കാം. അല്ല, തീരത്തില്ല. അതാണ് 1000 രൂപയും കൂടെ വേണം. 1000 രൂപ? 1000 രൂപ കുറ. 1000 രൂപ കൂടെ. ഓ അണ്ണ ഇങ്ങോട്ട് ഇടണ്ണ. അങ്ങനെ കാര്യം കൊടുക്കുമ്പോ എനിക്ക് 500 തരണ്ടേ? എല്ലാം പോയി. രണ്ടെണ്ണല്ലോ, ഒന്നേ എടുക്കാൻ പറ്റും. ഒരു ഫുള്ള് മതി. ഞാൻ വിളിച്ചു പറഞ്ഞു കൊണ്ടുവരും. എന്താ അല്ല അപ്പൊ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ല ഇപ്പൊ? അല്ലെങ്കിൽ നമുക്ക് എന്തൊരു പ്രശ്നം? ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? ഇവിടെ ഇപ്പൊ എന്താ? ആർക്കാ പ്രശ്നം? അളിയന് പ്രശ്നമല്ലോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെ നിനക്ക് പ്രശ്നമല്ലോ ഉണ്ടോ? നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്കൊന്നും പ്രശ്നം. മാമൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാമ? ഓ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഒത്തൊരുമിച്ച് നടന്നാൽ മതി. പിന്നെ ആർക്കാ ഇവിടെ പ്രശ്നം? എനിക്കാണ് പ്രശ്നം. ഇവിടെ ഉണ്ടല്ലോ എന്നും ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി ദോശ മാത്രമാണ്. എന്റെ മണിക്കുട്ട എന്നാലും ഒന്ന് വിഷമിപ്പിച്ചു കളഞ്ഞു. എന്താ ഇതൊക്കെ മണിക്കുട്ടന്റെ ഒരു നമ്പർ.